അക്ബറിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നല്ലോ ഒരാഴ്ച കൊണ്ട് രേണുവിനെ കൊണ്ട് ക്ഷമ എന്ന് പറയിപ്പിക്കണം, അതായത് ക്ഷമിച്ചു എന്ന് പറയിപ്പിക്കണം എന്നുള്ളത്. അത് അക്ബറിനോട് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അക്ബറെ, രേണുവിനോട് ചോദിച്ചോ, രേണു ക്ഷമിച്ചോ എന്നുള്ള രീതിയിലേക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറഞ്ഞു, ഞാൻ എന്റെ വൈഫിനോട് പോലും ഇങ്ങനെ ഇത്രക്കും കെഞ്ചിയിട്ടില്ല, ഇത്രക്കും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അത്രമാത്രക്കും രേണുവിന്റെ പിന്നാലെ പോയിട്ട് രേണു ക്ഷമിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രേണു, എന്താ ക്ഷമിക്കാതെ? അപ്പൊ രേണു പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി, എന്റെ മനസ്സിന് സങ്കടം വന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഒരാളെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ലൊരു കാര്യമാണ്. ആരെങ്കിലും ക്ഷമിക്കരുത് എന്ന് പറഞ്ഞോ എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ അവിടെ തൊട്ട് രേണുവിന്റെ മുഖത്തിനൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞു. അതായത് ആരെങ്കിലും ക്ഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തോന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശാരികയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശാരിക ഞാൻ ആരെങ്കിലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ലാലേട്ടൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, അതിന്റെ ആവശ്യമുണ്ട്, ഒരാൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രേണുവിന് തോന്നി ഇനി അക്ബറിനോട് ക്ഷമിക്കാതിരുന്നാലായിരിക്കും പുറത്ത് നെഗറ്റീവ് കിട്ടുക എന്നുള്ള തോന്നൽ കൊണ്ടാണെന്ന് തോന്നുന്നു. ആ സ്പോട്ടിൽ തന്നെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ രേണു പറയുന്നുണ്ട്, ഞാൻ ക്ഷമിച്ചു ലാലേട്ട, ഞാൻ അക്ബറിനോട് ക്ഷമിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ ക്ഷമിക്കാതിരിക്കാതിന്റെ കാരണമായിട്ട് രേണു പറയുന്നത്, ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അതായത് അതിന് പ്രത്യേകിച്ച് ലോജിക്കലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, എപ്പോൾ പറഞ്ഞാൽ അതൊരുപോലെയാണല്ലോ, സെറ്റ് ടൈം എന്ന് വിളിച്ചാൽ ഏത് സമയത്ത് വിളിച്ചാൽ അത് ഒരേപോലെയാണല്ലോ. അപ്പോൾ ലാലേട്ടൻ എന്തൊക്കെയോ കുറച്ച്, അതായത് മറ്റുള്ള വാക്ക് കേട്ട് സംസാരിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ രേണുവിനാകുമെന്ന് ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ അക്ബറിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്, ഞാൻ ക്ഷമിച്ചു, എന്നോട് ഇതുപോലെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ക്ലിയർ ആക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേഷനുമായി കാണാം.